إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. യഥാർത്ഥ വിശ്വാസികൾ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ നിർബന്ധമായും ആചരിക്കേണ്ടുന്ന മഹനീയമായ ഒരു സ്വഭാവത്തെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുത്ബയിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സംസാരം ഖൗലുൻ സദീദായിരിക്കണം, നേരെ ചൊവ്വയുള്ള വർത്തമാനമായിരിക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ നേരെ ചൊവ്വയുള്ള വർത്തമാനം പറയുകയും വേണം. എന്താണ് ഖൗലുൻ സദീദ്? പ്രധാനമായും 3 ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഖൗലുൻ സദീദ്. അതിൽ ഒന്നാമത്തത് അസ്സിദുഖു, സത്യം മാത്രം പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫസ്ദുഖു ഇദാ ഹദ്ദസ്തും, നിങ്ങൾ വർത്തമാനം പറയുകയാണെങ്കിൽ സത്യം മാത്രമേ പറയാവൂ. അലൈക്കും ബിസ്സിദ്ഖ് ഫഇന്ന അസ്സിദ്ഖ യഹ്ദി ഇലൽ ബിർ വഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന. നിങ്ങൾ സത്യം മാത്രം പറയണം, കാരണം സത്യം പുണ്യത്തിലേക്കും പുണ്യം സ്വർഗത്തിലേക്കും നയിക്കുന്നു. എന്നാൽ വഇയ്യാകും വൽ കദിബ്, നിങ്ങൾ കളവ് പറയുന്നത് സൂക്ഷിക്കണം, കാരണം വഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ വൽ ഫുജൂർ യഹ്ദി ഇലൻ നാർ. കളവ് പറയുന്നവൻ പിന്നീട് തോന്നിവാസം പ്രവർത്തിക്കും, തോന്നിവാസം നിങ്ങളെ നരകത്തിലേക്കും കൊണ്ടുപോകും. അതുകൊണ്ട് ഖൗലുൻ സദീദിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സത്യം മാത്രം പറയലാണ്. രണ്ടാമത്തത് നീതിപൂർവം സംസാരിക്കണം. വഇദാ ഖുൽതും ഫഅദിലു, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നീതിപൂർവം സംസാരിക്കണം. വലൗ കാന ദാ ഖുർബ, നിങ്ങൾക്ക് ഏറ്റവും അടുത്തവർക്ക് വേണ്ടിയാണെങ്കിലും അതേപോലെ തന്നെ നിങ്ങളുടെ ശത്രുക്കൾക്കെതിരിലാണെങ്കിലും സംസാരിക്കുമ്പോൾ നീതിപൂർവം മാത്രമേ സംസാരിക്കുവാൻ പാടുള്ളൂ. അതാണ് ഖൗലുൻ സദീദിൽ ഉൾപ്പെടുന്ന മറ്റൊരു കാര്യം. മൂന്നാമത്തത് ഏറ്റവും നല്ല വാക്കുകളായിരിക്കണം മനുഷ്യരോട് സംസാരിക്കേണ്ടത്. വഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നല്ലത് മാത്രമേ പറയാവൂ. അവരെ പരിഹസിക്കരുത്, ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, കൊച്ചാക്കി സംസാരിക്കരുത്, മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കുത്തുവാക്കുകൾ പറയരുത്. പിന്നെയോ അവരുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ശാന്തിയും നൽകുന്ന നല്ല വാക്കുകളെ പറയാവൂ. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ ഉൾക്കൊണ്ടാൽ അതിനാണ് ഖൗലുൻ സദീദ് എന്ന് പറയുന്നത്. എങ്കിൽ ഈ 3 കാര്യങ്ങളും ഒരേപോലെ ഉൾക്കൊള്ളുന്ന ഏറ്റവും നല്ല ചില കലാമുകളുണ്ട്. അതേതൊക്കെയാണ്? ഒന്ന്, പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് അഹ്സനുൽ ഹദീസ് എന്നാണ്, ഏറ്റവും നല്ല വർത്തമാനം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട്. രണ്ടാമത്തത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദിക്റുകൾ ചൊല്ലലാണ്. അഹബ്ബുൽ കലാമി ഇലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഇങ്ങനെയുള്ള ദിക്റുകൾ അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട കലാമുകളാണ്. മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ദഅവത്ത് നടത്തുക. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ വേറെ ആരാണുള്ളത്? അതുകൊണ്ട് ദീനിലേക്ക് ദഅവത്ത് നടത്തുക, അദ്കാറുകൾ ചൊല്ലുക, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, സത്യം പറയുക, നീതിപൂർവം സംസാരിക്കുക, നല്ലത് മാത്രം സംസാരിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നല്ലത് സംസാരിക്കുമ്പോൾ
ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഖൈറുണ്ടാകുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റഹിമല്ലാഹു അബ്ദൻ തകല്ലമ ഫഗനിം വസകത ഫസലിം. അള്ളാഹു ഒരു അടിമക്ക് കാരുണ്യം ചെയ്യട്ടെ. അയാൾ സംസാരിച്ചാൽ അത് കൂലിയുള്ളത് മാത്രമാണ് സംസാരിക്കുക. അതേ സന്ദർഭത്തിൽ വസകത വസലിം, മിണ്ടാതിരിക്കും. എപ്പോൾ തനിക്ക് അപകടമുണ്ടാകും ഈ ലോകത്തും പരലോകത്തും എന്ന് തോന്നുന്ന വിഷയങ്ങൾ അയാൾ മിണ്ടാതിരിക്കും. ഇങ്ങനെ മിണ്ടാതിരുന്നുകൊണ്ടും സംസാരിച്ചാൽ ഗുണകരമാക്കിയും അങ്ങനെയുള്ള ഒരു അടിമക്ക് അള്ളാഹു കാരുണ്യം കാണിക്കട്ടെ എന്നാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറ ഔ ലിയസ്മുത്. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവൻ നല്ലത് മാത്രം പറയട്ടെ, ഇല്ലെങ്കിൽ അയാൾ മിണ്ടാതിരിക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. നിങ്ങളിൽ ഒരാളുടെ ഈമാൻ നേരെ ചൊവ്വെ നിൽക്കണമെങ്കിൽ കൽബ് നേരെ നിൽക്കണം. കൽബ് നേരെ നിൽക്കണമെങ്കിലോ നിങ്ങളുടെ നാവ് നേരെയാകണം. നാവ് നേരെയായാലേ ഈമാൻ നേരെയാകൂ. ഈമാൻ നേരെയായാൽ മാത്രമേ നമുക്ക് സ്വർഗം ലഭിക്കുകയുമുള്ളൂ. അതുകൊണ്ടാണ് ഖൂലു ഖൗലൻ സദീദ, നല്ലത് മാത്രം പറയണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമലുകൾ അല്ലാഹു നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ അമലുകൾ നന്നായി തീരാൻ, നമ്മുടെ ഈമാൻ നേരെയായി തീരാൻ, നമ്മുടെ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തരാൻ നല്ലത് മാത്രമേ വിശ്വാസികൾ സംസാരിക്കാൻ പാടുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إليك. اللهم وفق ولي أمرنا الشيخ خليفة بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. اللهم ارفع عنا جميع الأمراض والأسقام يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.